വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ദൈവം നമ്മെ പുരോഹിതന്മാരും രാജാക്കളുമാക്കി എന്ന്. മലയാളത്തിൽ രാജ്യവും എന്നാണ് ഇരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷിൽ കിങ്സ് എന്നാൽ രാജാക്കന്മാർ അല്ലേ? നാം പുരോഹിതന്മാരായി നടക്കും, എപ്പോഴും പ്രാർത്ഥന ചെയ്യും, ഉപവസിക്കും, ദൈവത്തിന് സ്തുതി എന്ന യാഗം അർപ്പിക്കും അല്ലേ? എന്നാൽ രാജാക്കന്മാരായി അധികാരത്തോടെ നടക്കുന്നുണ്ടോ? നാം എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമല്ല ഇരിക്കുന്നത്. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്യണം, യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം. അതായത് നമുക്ക് വരുന്ന പ്രശ്നങ്ങളുടെ മധ്യയിൽ നാം എന്താണ് ചെയ്യേണ്ടത്? യുദ്ധം ചെയ്യണം. കാരണം ദൈവം നമ്മെ രാജാക്കന്മാരാക്കി ഇരിക്കുന്നു. രാജാക്കന്മാരാക്കി അധികാരം നൽകിയിട്ടുണ്ട്. സാത്താന്റെ മേൽ നമുക്ക് പൂർണ്ണമായ അധികാരം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിനായി ദാവീദ് ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യാൻ പോകണം. ഗോലിയാത്തിന്റെ മുന്നിൽ ചെന്ന് യുദ്ധം ചെയ്യുന്നതിന് പകരം മുട്ടുകുത്തിരുന്ന് ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അവിടെ യുദ്ധം ചെയ്യണം. ആ സമയത്ത് യുദ്ധം ചെയ്യണം. പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്യണം. ദാവീദ് എപ്പോഴും യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധവും പ്രാർത്ഥിക്കേണ്ട സമയത്ത് പ്രാർത്ഥന ചെയ്തിരുന്നു. വെറുതെ രാജാവായാൽ പോരാ. രാജാവിന് എങ്ങനെയുള്ള ക്വാളിറ്റീസ് ഉണ്ടായിരിക്കണം? ദാവീദിനെ നോക്കിയാൽ പ്രാർത്ഥന ചെയ്യേണ്ട സമയത്ത് പ്രാർത്ഥിച്ചു, യുദ്ധം ചെയ്യേണ്ട സമയത്ത് ധൈര്യത്തോടെ ദൈവത്തിൽ വിശ്വസിച്ച് യുദ്ധത്തിന് പോയി. എന്നാൽ സൗലിനെ നോക്കിയാൽ ഗോലിയാത്ത് വന്നപ്പോൾ 40 ദിവസം ഇസ്രായേലിയരും സൗലും ഭയപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നു. അവർ യുദ്ധം ചെയ്യാൻ പോയില്ല. എന്നാൽ ദാവീദ് ധൈര്യത്തോടും വിശ്വാസത്തോടും ദൈവം എന്നെ സഹായിക്കും എന്ന് യുദ്ധത്തിന് പോയി. അതുപോലെ തന്നെ നമ്മളും പ്രശ്നങ്ങൾ വരുമ്പോൾ വിജയം നൽകുന്നത് ദൈവം തന്നെയാണ്. കാരണം ദാവീദിന് വിജയം നൽകിയത് ദൈവം തന്നെയാണ്. ദാവീദ് അവിടെ ചെന്ന് വലിയ യുദ്ധമോ പോരാട്ടമോ നടത്തില്ല. നമ്മളും അധികാരത്തോടെ സാത്താനെ എതിർക്കുമ്പോൾ, പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവം നമുക്ക് വിജയം നൽകുന്നു. ആ സമയത്ത് നമ്മൾ ദൈവത്തോട് ദൈവമേ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ഇരിക്കരുത്. നാം യുദ്ധം ചെയ്യേണ്ട സമയത്ത് യുദ്ധം ചെയ്യണം.